ഡോക്ടർ ഓഫ് ദി സ്കൈ എന്നറിയപ്പെടുന്ന വിശുദ്ധ ഷാർബേലിന്റെ മധ്യസ്ഥതയാൽ 2026 2 പുതിയ രോഗസൗഖ്യങ്ങൾ നടന്നതായി കാത്തലിക് ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. രോഗസൗഖ്യങ്ങൾ നടന്നത് അമേരിക്കയിലും ലെബനിലും. അത്ഭുതമുളവാക്കുന്ന ഈ രോഗസൗഖ്യങ്ങൾ വൈദ്യശാസ്ത്രത്തിന് വിവരിക്കാൻ പോലും ആവാത്തതാണ്. ഇന്ത്യാനയിലെ സൗത്ത് ബെൻഡിൽ ജനിച്ച അറ്റോർണി ജോർജിയൻ വാക്കറിന് 2024 നടത്തിയ ശസ്ത്രക്രിയ മൂലം അടിവയറ്റിലുണ്ടായ ഗുരുതരമായ അണുബാധ നിരവധി സർജന്മാരുടെയും മറ്റ് മെഡിക്കൽ പ്രൊഫഷണലുകളുടെയും പരിശോധനയ്ക്ക് വിധേയമാക്കി. നിരവധി മരുന്നുകൾ ഉപയോഗിച്ചെങ്കിലും ഫലമുണ്ടായില്ല. മുറിവിൽ നിന്ന് തുടർച്ചയായ രക്തസ്രാവം കാരണം 10 മാസത്തേക്ക് വാക്കറിന് ദിവസവും മുറിവ് ഡ്രസ് ചെയ്യേണ്ടി വന്നിരുന്നു. ഈ അവസ്ഥയിൽ വിശുദ്ധ ചാർബൽ മക്ലൂഫിന്റെ മധ്യസ്ഥതയിലൂടെ സുഖം പ്രാപിച്ച വാക്കറിന്റെ സുഹൃത്ത് ജോർജിസ വിശുദ്ധന്റെ ആശ്രമത്തിൽ നിന്നും കൊണ്ടുവന്ന വെഞ്ചരിച്ചൊരു ചെറിയ കുപ്പി എണ്ണ നൽകി അത് മുറിവിൽ വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞുവെന്നും താൻ പ്രാർത്ഥിക്കുകയും മുറിവിൽ എണ്ണ പുരട്ടുകയും ചെയ്തതായും അതിനുശേഷം അത് പൂർണ്ണമായും സുഖപ്പെട്ടതായും വാക്കർ പറഞ്ഞു. വെഞ്ചരിച്ച എണ്ണയുടെ ഉപയോഗം കിഴക്കൻ ക്രിസ്ത്യൻ പാരമ്പര്യത്തിൽ വളരെ കാലമായി നിലനിൽക്കുന്ന ഇന്നും തുടരുന്ന വിശ്വാസമാണ്. രോഗാവസ്ഥ പൂർണ്ണമായി സുഖപ്പെട്ടതിനാൽ ഷെഡ്യൂൾ ചെയ്ത ശസ്ത്രക്രിയ ആവശ്യമില്ല എന്നും വിശുദ്ധ ചാർബലിന്റെ മധ്യസ്ഥതയിലൂടെയാണ് രോഗശാന്തി സംഭവിച്ചതെന്നും താൻ വിശ്വസിക്കുന്നതായും വാക്കർ പറയുന്നു. വാക്കറുടെ രോഗശാന്തി ജനുവരി 17 ഔദ്യോഗികമായി രേഖപ്പെടുത്തി. രണ്ടാമത്തെ രോഗസൗഖ്യം ലഭിച്ചത് ലെബനിലെ റാച്ച ചാർബൽ എന്ന സ്ത്രീക്കാണ്. കടുത്ത നടുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഇവർക്ക് നട്ടെല്ലിൽ ഒരു മെനിഞ്ചിയോമ ട്യൂമർ കണ്ടെത്തി. 2.3 സെന്റിമീറ്റർ നീളവും 0.3 സെന്റിമീറ്റർ കനവുമുണ്ടായിരുന്നു ട്യൂമറിന്. എന്നാൽ 2026 ജനുവരി 6 രാത്രി തന്റെ കിടക്കയ്ക്ക് മുകളിൽ വെച്ചിരിക്കുന്ന വിശുദ്ധ ഷാർബലിന്റെ ചിത്രത്തിൽ ഉറങ്ങുന്നതിന് മുൻപ് കൈവച്ച് രോഗശാന്തിക്കായി പ്രാർത്ഥിക്കുകയും ചെയ്തതായി റാച്ച പറയുന്നു. ജനുവരി 7 രാവിലെ പതിവ് MRI പരിശോധനയ്ക്കായി റാച്ച ആശുപത്രിയിലെത്തി. പരിശോധനയിൽ അപ്രതീക്ഷിതമായൊരു കണ്ടെത്തലാണ് ഉണ്ടായത്. ട്യൂമർ പൂർണ്ണമായും അപ്രത്യക്ഷമായി. അപ്രത്യക്ഷമാകുന്നതിന് ഒരു മെഡിക്കൽ വിശദീകരണവും ഇല്ലെന്നും ശസ്ത്രക്രിയ കൂടാതെ അത്തരമൊരു ട്യൂമർ അപ്രത്യക്ഷമാകില്ലെന്നും വിദഗ്ധ ഡോക്ടർമാർ പോലും പറഞ്ഞുവെക്കുന്നു. ജനുവരി 17 റാച്ച അന്നയിലെ സെന്റ് മാരോണിലെ ആശ്രമത്തിൽ നന്ദി അർപ്പിച്ച് പ്രാർത്ഥിക്കാനെത്തുകയും ഔദ്യോഗികമായി രോഗശാന്തി രജിസ്റ്റർ ചെയ്യുകയും പ്രസക്തമായ മെഡിക്കൽ റിപ്പോർട്ടുകൾ സമർപ്പിക്കുകയും ചെയ്തു. 2025 ഡിസംബറിൽ ലെബനിലേക്കുള്ള യാത്രക്കിടെ ലയോ പാപ്പ വിശുദ്ധ ഷാർബേലിന്റെ ശവകുടീരം സന്ദർശിച്ചിരുന്നു. വിശുദ്ധന്റെ ശവകുടീരം സന്ദർശിക്കുന്ന ആദ്യ സഭാ തലവനാണ് ലയോ പാപ്പ. സന്ദർശന വേളയിൽ വിശുദ്ധന്റെ മധ്യസ്ഥതയെ കരുണയുടെ നദിയെന്ന് പാപ്പ വിശേഷിപ്പിച്ചിരുന്നു.